അല്ല, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തീർന്നിരിക്കുന്നു. കല്ലായി ഡിവിഷനിലേക്കുള്ള പുതിയ സ്ഥാനാർത്ഥിയെ അല്പം മുമ്പാണ് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ എന്നോടൊപ്പം DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചേരുന്നു. ഒരു താര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പകരം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണോ താര സ്ഥാനാർത്ഥി? അല്ല, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. അദ്ദേഹം മത്സരിക്കും. പിന്നെ ഞങ്ങൾ ശ്രീ VM വിനോട് നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ സമൂഹത്തിനകത്ത് പൊതുസമൂഹമുണ്ട്. ആ പൊതുസമൂഹം ഈ നഗരത്തിലെ ഭരണത്തിനെതിരാണ്. ആ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടായിരുന്നു അദ്ദേഹത്തെ മത്സരരംഗത്തിറക്കിയത്. ഇപ്പം മത്സരരംഗത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ പൊതുസമൂഹത്തിൻ്റെ പ്രതികളായി ശ്രീ VM വിനുവും ജോയി മാത്യുവും പോലുള്ള ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഈ VM വിനുവിന് പകരം ആ നിലയ്ക്ക് തന്നെ താരസ്വഭാവമുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്ക് മുഖമുള്ള ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത് വിജയിക്കാതിരുന്നത്? അല്ല, ഞങ്ങൾ കേട്ടോളൂ, താരപരിവേഷമല്ല ഞങ്ങളിതിൽ കണ്ടത്. ഈ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി, അത് VM വിനായിരുന്നു. അതിന് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം മത്സരരംഗത്തില്ലെങ്കിലും അദ്ദേഹത്തെയും ജോയി മാത്യുവിനെയും പോലുള്ള ആളുകൾ ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഈ സസ്പെൻസ് സ്ഥാനാർത്ഥി വരുമെന്ന് അതിന് ശേഷവും പറഞ്ഞിരുന്നു. അത്തരം ചർച്ചകൾ പ്ലാൻ ബി എന്ന ഇതാണ് പ്ലാൻ ബി. ബൈജു കാളക്കണ്ടിയാണ് പ്ലാൻ ബി. ഇവർ പ്രചരണരംഗത്ത് വരുന്നു. ഇതാണ് പ്ലാൻ ബി. എങ്ങനെയാണ് കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞാണ് VM വിനുവിനെ? സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം 4 പതിറ്റാണ്ട് കാലമായി ഈ നഗരം ഭരിച്ചു മുടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുണ്ട് ഈ നഗരത്തിൽ നിങ്ങൾ പറയാം. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം കോഴിക്കോട് നിന്ന് ട്രെയിനുകളും ബസ്സുകളും പുറപ്പെടുന്നു. ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂരൊക്കെ പോകുന്നത്. അവിടത്തേക്ക് പോകുന്നത് ബുദ്ധിയുള്ള മസ്തിഷ്കങ്ങളാണ്. ഇവിടെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യാൻ അവസരമില്ലാത്തവർ, ഇവിടെ പഠിക്കാൻ അവസരമില്ലാത്തവർ. പുതിയ തലമുറ കോഴിക്കോട് നിൽക്കുന്നില്ല. എന്തുകൊണ്ട് ചെന്നൈയും മൈസൂരും ബാംഗ്ലൂരും നഗരമായി കോഴിക്കോടിനെ മാറ്റിക്കൂടാ? അങ്ങനെ മാറിയില്ലെന്ന് മാത്രമല്ല, ഉള്ള ആ നിലവാരം പോലും തകർത്തിരിക്കുന്നു ഈ ഭരണകൂടം. കോഴിക്കോടോ മുംബൈയോ ഒക്കെ ആക്കി കോഴിക്കോടിനെ മാറ്റും, ലോകോത്തര നിലവാരമുള്ള നഗരമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അതുണ്ടാവും. ഒറ്റ കാര്യം കൂടെ, ഈ VM വിനുവിന് വോട്ടില്ലാത്ത വിഷയം, അത് ശരിക്കും കോൺഗ്രസിൻ്റെ വീഴ്ചയല്ലേ? താഴെ തട്ടിലുള്ള പരിശോധന ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ? VM വിനുവിന് വോട്ടില്ലാത്തത് കോൺഗ്രസിൻ്റെ വീഴ്ചയല്ല. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ഉറപ്പുവരുന്ന കാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് വീഴ്ച വരുത്തിയതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നടപടി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും വീഴ്ച വന്ന കാര്യത്തിൽ. എന്തായാലും VM വിനുവിനുള്ള പകരം സ്ഥാനാർത്ഥിയാണ് അല്പം മുമ്പ് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ പിടിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷിനോടൊപ്പം ഷബീർ അമർ, മീഡിയ 1 കോഴിക്കോട്.